ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സുഹൃത്തുക്കളെ, അനന്തകോടി ജീവഭൂതങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. സകലതും ആദിമധ്യാന്തരഹിതനായ ഭഗവാൻ ശ്രീഹരിയുടെ ജീവാംശങ്ങളാണ്. അവയോരോന്നിൻ്റെയും അവസാനഗതി ആ പരമാത്മാവിനെ പ്രാപിക്കുക എന്നതും ജന്മജന്മാന്തരങ്ങളായി നാം ഓരോരുത്തരും അവനെ സാക്ഷാത്കരിച്ചു വരികയുമാണ്. പൊയ്പോയ ജന്മങ്ങളെ അപേക്ഷിച്ച് ഭഗവാനെ അറിയുവാനും ആ പാതാരബിന്ദങ്ങളിൽ സായുജ്യമടയുവാനും അത്യന്തം ഉത്തമമായ ജന്മമാണ് മനുഷ്യജന്മം. ഈ ജന്മം ഭിക്ഷക്കാരനായി ജനിച്ചാലും കോടിപതിയായി ജനിച്ചാലും ഇനി ഒരു ഊഴം ഇല്ലാതിരിക്കുക തന്നെയാണ് ഉത്തമം. ആയതിലേക്ക് നമ്മുടെ പക്കലുള്ള ഏക ഉപാധിയാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവത കീർത്തനത്തിൽ തുഞ്ചത്താചാര്യൻ്റെ ചിന്തയെയും പ്രാർത്ഥനയെയും നോക്കുക. കരുണാകരനാം ശ്രീനാരായണൻ അരുളിടും നിജ സായോജ്യത്തെ ഒരു ഫലമുണ്ടോ പതിനായിരമൊരു ചത്തുപിറന്നാൽ നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വച്ചേൻ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണ ജയ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണ ജയ. കലിയുഗത്തിൽ ഭക്തി ഒന്ന് മാത്രമാണ് മുക്തിക്ക് തക്ക വഴി. ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെയുള്ള സത്സംഗം കൊണ്ട് ഭക്തി ലഭിക്കുന്നു. കൃഷ്ണകഥ ഏവരും കേട്ടിരിക്കേണ്ട ഒന്നാണ്. അതിലേറ്റവും നന്ന് ശ്രീമദ് ഭാഗവതം തന്നെ. ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ അനന്തശക്തിയെയും പല അവതാരങ്ങളെയും പറ്റിയുമുള്ള ധാരാളം ചോദ്യോത്തരങ്ങൾ ഭാഗവതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഇത് ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടതും സകല വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സത്തയുമാണ്. അനന്തമായ ആനന്ദത്തിലാറാടുന്ന ശ്രീ ശുകബ്രഹ്മ മഹർഷിയുടെ ഹൃദയത്തിൽ ഈശ്വരനാൽ അന്തർലീനമായ അധ്യാത്മതത്വമാണ് ശ്രീമദ് ഭാഗവതം. അദ്ദേഹം ജനിച്ചു വീണയുടനെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും ഭാഗവത കാവ്യശ്രവണ മാത്രയിൽ തന്നെ തിരികെ വന്നു. കൗപീനം തൊട്ട് സകലതും ഉപേക്ഷിച്ചെങ്കിലും ഭാഗവതം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് മനസ്സു വന്നില്ല. ആരണ്യവാസം ഏറെ ആഗ്രഹിച്ചിരുന്ന ശ്രീ ശുകബ്രഹ്മ മഹർഷി അച്ഛനിൽ നിന്നും ഭാഗവതം ശ്രവിച്ചതോടെ വിഷ്ണുഭക്തപ്രിയനായി മാറി. പത്മപുരാണാന്തർഗതമായ ഭക്തിദേവിയുടെയും അവളുടെ പുത്രന്മാരുടെയും കഥയിലൂടെ നമുക്ക് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. ശ്രീമദ് ഭാഗവതമാകുന്ന ജ്ഞാനദീപം ഭഗവാൻ ഹരി സ്വയമേവ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ കൊളുത്തി.
പിന്നീട് ബ്രഹ്മാവ് അത് തൻ്റെ മാനസപുത്രനായ നാരദൻ്റെ ഹൃദയത്തിലേക്കും പകർന്നു കൊളുത്തി. നാരദൻ തുടർന്ന് വ്യാസനിലും, വ്യാസൻ തൻ്റെ പ്രിയപുത്രനായ ശുകനിലും അത് തെളിയിച്ചു. സംസാര സർപ്പം ദംശിക്കാൻ വിധിക്കപ്പെട്ട പരീക്ഷിത് രാജൻ്റെ ഹൃദയത്തിൽ ആ അധ്യാത്മദീപം പകർന്ന് ശുകൻ രാജാവിനെ ജനന മരണ സംസാരത്തിൽ നിന്ന് മുക്തനാക്കി. അത് കേട്ടു തെളിഞ്ഞ സൂതൻ നൈമിഷാരണ്യത്തിൽ വച്ച് ശൗനകാദികളായ മാമുനിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായാണ് ശ്രീ വേദവ്യാസൻ ശ്രീമദ് ഭാഗവതം ചമച്ച് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ദീപത്തെ നമുക്കും നമ്മുടെ ഹൃദയത്തിൽ തെളിയിക്കേണ്ടതുണ്ട്. കാരണം കാലമാകുന്ന ആ സർപ്പം ഒരു നാൾ എല്ലാവരെയും ദംശിക്കും. ഒരു ദീപത്തിൽ നിന്ന് എത്ര തന്നെ ദീപങ്ങൾ തെളിയിച്ചാലും പൂർണ്ണമത പൂർണ്ണമിതം എന്നതുപോലെ ഈ അധ്യാത്മദീപം പൂർണ്ണമായി തന്നെ വരും തലമുറകളുടെ ശുദ്ധഹൃദയങ്ങളിലേക്ക് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. കസ്മൈയേന വിഭാസിതോയം അതുലോ ജ്ഞാനപ്രദീപപുര തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാദ ഭഗവദ്രാതായ കാരുണ്യതഃ തത്ശുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ശ്രീമദ് ഭാഗവത മഹാത്മ്യകഥയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉലകം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ നാരദ മഹർഷി കണ്ട ലോകത്തിൻ്റെ പരിതാപകരമായ കാഴ്ചകളും അനുഭവങ്ങളും ഇന്ന് നാം കാണുന്ന നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയുമായി ഒന്ന് തട്ടിച്ചു നോക്കുക. എത്ര കൃത്യമായി അവ ഓരോന്നും അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. ഇന്നത്തെ ജനങ്ങൾ സത്യത്തെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ ഒരുപാട് നടത്തി വരുന്നു. കഴിഞ്ഞ കുറേ ദശകങ്ങളെ അപേക്ഷിച്ച് ഭാഗവത ശാസ്ത്ര വിശാരദന്മാരായ വളരെയധികം ആചാര്യന്മാരും നമുക്കിന്നുണ്ട്. ഇതിനകം ഒരുപാട് മഹാത്മാക്കളെ നാം വേണ്ടവിധം പ്രയോജനപ്പെടുത്താതെ നഷ്ടമാക്കിയിട്ടുമുണ്ട്. എങ്കിലും ഭാഗവതത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പഠിച്ച് അത് ജീവിതത്തിൽ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. കലിയുഗത്തിൻ്റെ കെടുതികൾ മനുഷ്യ മനസ്സുകളെയാണ് ബാധിച്ചിരിക്കുന്നത്. ആ മനസ്സിൽ നിന്നും ബഹിർഗമിക്കുന്ന ചിന്താസ്ഫുലിംഗങ്ങളുടെ ഉരസലിൽ നിന്നുമുണ്ടായിട്ടുള്ള കൊടുന്തിയിൽ വെന്ത് വെണ്ണീറാവുകയാണ് സത്യവും ധർമ്മവും ദയയും നീതിയും സ്നേഹവുമെല്ലാം. ഈ മനോവ്യാധിയെ ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു ദിവ്യൌഷധമാണ് ശ്രീമദ് ഭാഗവതാമൃതം. തീരാത്ത സംസൃതി വിഷം തീർക്കുന്ന ഈ മരുന്ന് സേവിച്ച് നമുക്ക് മൃത്യോർമ അമൃതം ഗമയ എന്ന പ്രാർത്ഥനയുടെ ഫലം നേടാം. ഹരി ഓം.